ഹലോ ഗെയ്സ്, അപ്പം ഞങ്ങൾ ദിലീപിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നു, ഗേറ്റൊക്കെ കണ്ടു. ഹലോ ഗേസ്, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇനി ആലുവ മണപ്പുറത്ത് പോയ വിശേഷങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതേ കാണുന്നതാണ് ആലുവയിലെ ആ പാലം, ദിലീപിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ളത് തന്നെ. അപ്പോൾ ആലുവ മണപ്പുറത്തേക്ക് അമ്പലത്തിൻ്റെ ശിവക്ഷേത്രത്തേക്കുള്ള വഴിയാണ്. സത്യം പറഞ്ഞാൽ ഇതാണ് ദിലീപിൻ്റെ വീടെന്നോ ഇപ്പുറത്താണ് മറ്റേ ആലുവ മണപ്പുറമെന്നോ ഇതൊന്നും അറിയാണ്ട് ചെന്നതാണ് ഞങ്ങൾ. അപ്പോൾ സുഭാഷ് ചേട്ടൻ അതാണ് ഇത് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ടി വിയിൽ ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങിയിട്ടൊക്കെ. അപ്പം അതൊക്കെ ഓർമ്മ വന്നു പെട്ടെന്ന്. നമ്മളങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ, ഇതാണ് അത് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ശരിക്കും അതാണ് ഇതെന്നൊക്കെ ഇതായി. അപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരുന്നു പെട്ടെന്ന് അങ്ങോട്ടൊക്കെ ഞങ്ങൾ പോയത്. പിന്നെ ഒരു കാര്യം പറയാ വെച്ചെങ്കിൽ ഈ പാലത്തിൻ്റെ മേലെ കയറിയപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു വ്യൂ ആയിരുന്നു കേട്ടോ. എന്തൊരു ഭംഗിയായിരുന്നു വെച്ചിട്ടാ, ഭയങ്കര ഭംഗിയായിരുന്നു. രണ്ട് സൈഡിലും പിന്നെ ശിവക്ഷേത്രത്തിൻ്റെ ആ ഭാഗത്തൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ വേറെ ഏതോ ലോകത്തെത്തിയ പോലെ നല്ല ഭംഗിയുള്ള സ്ഥലത്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കാണാൻ ഏട്ടൻ കൈ അങ്ങോട്ട് ചൂണ്ടിയിട്ട് കാണിക്കുന്നത്. ഞങ്ങളോട് വേഗം അങ്ങോട്ട് ചെല്ലാൻ, ഞങ്ങൾക്ക് സമയമില്ല, ഞങ്ങൾ തന്നെ എല്ലാ സ്ഥലവും കാണിക്കും വേണം. അപ്പോൾ ഞങ്ങളോട് ഓടിച്ചെല്ലാൻ വേണ്ടി പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ചോദിക്കുക എവിടെയാണ് ഈ അമ്പലം, എവിടെയാണ് ഈ അമ്പലം? ഇതാണ് ഓടിക്കോ പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം പോവാട്ടോ. സംഭവം ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ. അപ്പോൾ ഞാനും ലച്ചും ഹെസും കൂട്ട് ഓടുകയാണ് അമ്പലത്തിൻ്റെ അവിടേക്ക്. നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങൾക്കറിയില്ല അങ്ങോട്ട് പോകാനൊക്കെ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പോയപ്പോൾ അവിടെയൊക്കെ ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതാ കാണുന്നതാണ് ശിവക്ഷേത്രം. ഇവിടെയാണ് ഫുള്ള് വെള്ളത്തിലൊക്കെ, ഫ്ലഡിൻ്റെ സമയത്തൊക്കെ ഫുള്ള് വെള്ളത്തിലുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു. ന്യൂസിലൊക്കെ നമ്മൾ കണ്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കണ്ടപ്പോൾ, നേരിൽ കണ്ടപ്പോൾ എന്തോ ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് സുഭാഷ് ചേട്ടൻ വേഗം മുന്നിൽ ഓടണത് കേട്ടോ. അപ്പോൾ പിന്നാലെ ഞങ്ങളെല്ലാവരും ഉണ്ട്. പിന്നെ ഇതാണ് ശിവക്ഷേത്രത്തിൻ്റെ ആ ഭാഗങ്ങളൊക്കെ, ചുറ്റുഭാഗങ്ങളൊക്കെ. അപ്പോൾ അവിടെ വെള്ളമൊക്കെ കയറിയിട്ട് അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, വെള്ളം കയറിയിട്ട് നാശമായിട്ടൊക്കെ. അപ്പോൾ അത് വീഡിയോ എടുക്കുക പറഞ്ഞപ്പോൾ രണ്ടാളും കൂടിയിട്ട് പോസ് ചെയ്തിട്ട് വീഡിയോയ്ക്ക് പോസ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അത് ഈ അമ്പലത്തിൽ വെള്ളം കയറിയിട്ടാണ് തോന്നുന്നുണ്ട് ഇവിടെ കൈവഴികളൊക്കെ പൊട്ടിയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ വേറൊരു വൈബായിരുന്നു, നല്ല രസമുള്ള സ്ഥലം കേട്ടോ. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. ഇതിന് വേറെ വല്ല പേരും പറയുമോ എനിക്കറിയില്ല ഈ സ്ഥലത്തിന്. എന്തായാലും നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ ഇതേ ഓരോ കലാകാരന്മാരുടെ ഓരോ ചിത്രകലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ചുവരുകളിലൊക്കെ. അപ്പോൾ അതുപോലെ പിള്ളേരും അതുപോലെ അവരുടെ പേരൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട്, എന്തെങ്കിലും ഒരിക്കൽ വീണ്ടും വന്നാൽ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാനും ലച്ചു ഏസും കൂട്ടി കൈ പിടിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒരു പ്രത്യേക വൈബ് തന്നെ ആയിരിക്കും കേട്ടോ ഇവിടെ വന്നാൽ. ഞങ്ങൾക്ക് എന്തായാലും ഒരു 3 മണി 3:30 സമയത്ത് വന്നത് തന്നെ നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം അത് ഏട്ടൻ വേഗം നടക്കാൻ പറഞ്ഞപ്പോൾ ലച്ചു ഡാൻസും കളിച്ചിട്ടാണ് നടക്കുന്നത്. വെറുതെ നടന്ന് ഡാൻസ് കളിക്കാനാണ് ലച്ചുവിൻ്റെ ഹോബി. അപ്പോൾ അത് വെറുതെ പാട്ടും പാടി ഡാൻസ് കളിക്കുന്നുണ്ട് ലച്ചു. നല്ല പേരെഴുതുന്ന തിരക്കിലാണ്. അപ്പം ഞങ്ങൾ പോയി വന്നിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണത് തന്നെ. അപ്പോൾ കുറേ വീഡിയോസൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഈ കുഞ്ഞു വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.